നമസ്കാരം. പാലക്കാട് നെന്മാറ സജിത വധക്കേസിലെ പ്രതി ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ട് പാലക്കാട് സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ചെന്താമരയ്ക്ക് ഇനി വീണ്ടും ജീവപര്യന്തം തടവാണ് ശിക്ഷ വരുന്നത്. എന്നാൽ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റം വളരെ കടുത്തതാണെന്നും അതിനാൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കണം എന്നുമാണ് തെളിവുകൾ സഹിതം കുറ്റം ചുമത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇയാൾക്ക് മാനസികമായ യാതൊരു പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇയാൾ പൂർണ്ണമായും സൗണ്ട് മൈൻഡോടുകൂടിയാണ് ഈ കൃത്യം ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. തെളിവുകൾ വ്യക്തമായി അയാളുടെ കാൽപ്പാടുകൾ, പോക്കറ്റിൻ്റെ ഭാഗത്തെ തുണിക്കഷ്ണം എന്നിവ സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്ത് നൽകുകയും ചെയ്തു. ഇതിനു മുമ്പ് സജിതയുടെ മാതാവ്, ഭർത്തൃമാതാവ് എന്നിവരെ വധിച്ച കാര്യത്തിലും അദ്ദേഹത്തിന് നേരത്തെ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരുന്നു. എന്നാൽ പ്രതി പരോളിൽ ഇറങ്ങിയ കാലത്ത് വീണ്ടും കുറ്റം ചെയ്യുകയും അങ്ങനെ സജിതയുടെ വധം കൂടെ നടക്കുകയും ഉണ്ടായി. ഇതോടനുബന്ധിച്ചാണ് ഇയാൾക്ക് വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയെന്നാണ് പത്രമാധ്യമങ്ങൾ പറഞ്ഞതെങ്കിലും അറിയുന്നത് 302 സെക്ഷൻ പ്രകാരം സിമ്പിൾ ഇംപ്രസ്മെൻറ്റ് ഉള്ള ജീവപര്യന്തമാണ് എന്നതാണ്. ഇപ്രകാരം അയാൾക്ക് പരോൾ ലഭിക്കുന്നതിനുള്ള അർഹതയുമുണ്ടായിരിക്കും. പരോൾ ലഭിക്കുമ്പോൾ സാക്ഷികൾക്കും കുടുംബത്തിനും വേണ്ട സുരക്ഷിതത്വം നൽകാൻ പോലീസ് തയ്യാറാകണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വധശിക്ഷ നൽകാൻ കഴിയില്ല എന്നാണ്. എന്നാൽ പ്രതിഭാഗം വക്കീൽ പറയുന്നത് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും, ഇയാൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്നതിന് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുള്ള നിരവധി പ്രതികൾ സുഭിക്ഷമായി പരോൾ ലഭിക്കുകയും ജയിൽവാസകാലത്ത് സുഖവാസം പോലെ ജീവിക്കുകയും പരോൾ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ വരികയും വീണ്ടും ക്രിമിനൽ പ്രവർത്തികൾ നടത്തുകയും അതിനുശേഷം മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. കൊടിസുഖിനി അടക്കമുള്ളവരുടെ കഥകൾ നമുക്കറിയാവുന്നതാണ്. ഇവയൊക്കെ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ജയിലിൽ സുഖവാസം, ഇടയ്ക്കിടയ്ക്ക് പരോളിൽ വരുമ്പോൾ അവർക്ക് നാട്ടിൽ എന്ത് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെന്താമരയ്ക്ക് ഈ നൽകിയിരിക്കുന്ന ശിക്ഷ മതിയോ എന്ന് വലിയ ചോദ്യം പ്രതിയുടെ പ്രവർത്തികൾ വെച്ചുകൊണ്ട് ഇരകളും അവരുടെ ബന്ധുക്കളും തന്നെ ചോദിക്കുകയാണ്. 2 പെൺകുട്ടികളാണ് ഇനി സജിതയ്ക്ക് അവശേഷിക്കുന്നത്. അവരുടെ ജീവിതം, അവരുടെ ജീവൻ ഒക്കെ ഭയത്തിലാണ് അവർ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ശിക്ഷ മതിയോ എന്ന ചോദ്യം ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുകയാണ്. ഈ ശിക്ഷ അപര്യാപ്തമാണ് എന്ന് പലരും പറയുമ്പോഴും കോടതി പറഞ്ഞത് ഇയാൾക്ക് സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണ് നൽകുന്നത്. ഇരട്ട അല്ലെങ്കിൽ തൂക്കിക്കൊലയ്ക്കോ ഇരട്ട ജീവപര്യന്തത്തിനുള്ള സാധ്യത ഇല്ല എന്ന മട്ടിലാണ് കോടതിയുടെ നിലപാടുകൾ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിലുള്ള ജയിൽവാസവും പരോളും അത് കഴിഞ്ഞ് അയാൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും അയാൾ ചെന്താമര ഇനിയും ലംഘിക്കുമോ എന്ന ചോദ്യവും ഭയവും ഈ സജിതയുടെ മക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ.